മോർണിംഗ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കുന്നത്. അഡ്മിഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് അതിൽ ഗുഡ് വിൽ എന്താണെന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചു. അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഗുഡ് വിൽ എപ്പോഴൊക്കെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ മെത്തേഡ് ഏതെല്ലാം എന്നാണ്. നമുക്ക് സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിൽ ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഡെത്ത് സംഭവിക്കുമ്പോഴൊക്കെ നമുക്ക് ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെ വാല്യൂ ചെയ്യേണ്ടി വരുമ്പോൾ ഗുഡ് വിൽ നമ്മൾക്ക് വാല്യൂ ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. നമ്മൾ ഈ ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഒരു സ്ഥാപനം തുടങ്ങിയാൽ നമുക്കറിയാം 2, 3, 4 വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ അതൊരു പ്രോഫിറ്റിന്റെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ആ ഒരു അസംഷൻ മനസ്സിലുണ്ട്. എന്താണ്, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 2, 3 വർഷം കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, ആ സ്ഥാപനത്തിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു പുതുതായിട്ടൊരു ആൾ വരുമ്പോഴും നമ്മൾ സങ്കല്പിക്കുന്ന ഇതാണ്, അയാൾ ഒരു 2, 3 വർഷത്തെ ലാഭത്തിന്റെ ഒരു ഓഹരി ആർക്ക് കൊടുക്കണം, ഇപ്പൊ ലാഭത്തിലാക്കിയിരിക്കുന്ന പാർട്ട്നേഴ്സിന് കൊടുക്കണം. അതാണ് നമ്മുടെ സങ്കല്പം. എന്ന് പറഞ്ഞാൽ ഈ എയും ബിയും ഉള്ള സ്ഥാപനത്തിനകത്ത് സി എഫ് എടുക്കുമ്പോൾ എയും ബിയും ചേർന്ന് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ലാഭം ഉണ്ടാകാൻ കാരണം എന്താണ്, 2, 3 വർഷത്തെ കഠിന യത്നം കൊണ്ടാണ്. അതുപോലെ സി എന്ന് പറയുന്ന ആൾ വന്നാൽ പിറ്റുന്ന പോലെ ലാഭം കിട്ടും. കാര്യം എന്താണ്, ഇവർ ലാഭകരമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അയാൾ ഈ പറയുന്ന അനുസരിച്ച് 2, 3 വർഷത്തേക്കുള്ള ലാഭത്തിന്റെ ഒരു ഓഹരി എന്ത് ചെയ്യണം, ഈ വരാൻ പോകുന്ന വ്യക്തി ആർക്ക് കൊടുക്കണം, നിലവിലുള്ള പാർട്ട്നേഴ്സിന് കൊടുക്കണം. ആ സങ്കല്പത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗുഡ് വിൽ എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് 3 മെത്തേഡുകളാണ് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, 2 പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, 3 പറയുന്നത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്തുള്ളത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് 1, 2 സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, 3 ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഈ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ തന്നെ നമുക്ക് ഒരു മെത്തേഡ് കൂടെ പറയാറുണ്ട്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് സാധാരണ, അതിന്റെ കൂടെ തന്നെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കൂടെ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ 2 മെത്തേഡ് പറയാറുണ്ട്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും പറയാറുണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്, ഇങ്ങനെ 2 മെത്തേഡ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 2, 1, അങ്ങനെ 5 മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യണം, ഗുഡ് വില്ലിന്റെ വാല്യുവേഷൻ പഠിക്കണം എന്നർത്ഥം. അപ്പോൾ ഗുഡ് വില്ലിന്റെ വാല്യുവേഷൻ പഠിക്കാൻ പ്രധാനമായിട്ട് നമുക്ക് 3 മെത്തേഡ് ആണെങ്കിലും അത് 2 എണ്ണത്തിനകത്ത് ഓരോ വകഭേദം ഉള്ളത് കൊണ്ട് നമുക്ക് 5 മെത്തേഡുകളിലാണ് പഠിക്കേണ്ടി വരിക. 5 മെത്തേഡ് കണക്കുകൾ ഏതെങ്കിലും ഒരു മെത്തേഡ് കണക്കായിരിക്കും എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ചോദിക്കുക. ഈ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ നമുക്കുണ്ട്, ആവറേജ് ആണ്, പ്രോഫിറ്റുകളുടെ ആവറേജ് എടുത്ത് കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ 2, 3 വർഷത്തെ ലാഭം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന് കഴിഞ്ഞ 2, 3 വർഷത്തെ ലാഭം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ കിട്ടും എന്നുള്ള ഒരു അസംഷൻ. അപ്പൊ ആ ഒരു അസംഷൻ അനുസരിച്ച് നമ്മൾ പറയുന്നു, ഇനി വരാൻ പോകുന്ന 2, 3 വർഷം നമുക്ക് ആ ലാഭം കിട്ടുമെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റുകളുടെ ആവറേജ് എടുക്കുക. കഴിഞ്ഞ 3 വർഷത്തെ ലാഭത്തിന്റെ ശരാശരി എടുക്കുക. അപ്പൊ ആവറേജ് നമ്മൾ ശരാശരി എന്ന് പറയും, ശരാശരി. അപ്പൊ കഴിഞ്ഞ വർഷം ഒരു വർഷം 10,000 രൂപ, അടുത്ത വർഷം 15,000 രൂപ, അടുത്ത വർഷം 20,000 രൂപയാണ് ലാഭം ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ 10,000, 15,000, 20,000 ഇങ്ങനെയാണ് ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് 10 + 15 25, 25 + 20 45, 45,000 രൂപ ഉണ്ടാക്കിയിരിക്കുന്നവർ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറയും 3 വർഷം കൂടെ ചേർത്ത്. അപ്പൊ ഈ 3 വർഷം കൂടെ ചേർത്തുള്ള പ്രോഫിറ്റിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. എങ്ങനെ നമ്മൾ ചെയ്യുക, ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 3 വർഷത്തേക്കാണ് 45,000 രൂപയെങ്കിൽ ഒരു വർഷത്തെ ലാഭം എത്ര, അതാണ് ആവറേജ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് കിട്ടും 45,000 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ശരാശരി ഒരു വർഷം 15,000 രൂപ, രണ്ടാമത്തെ വർഷം 15 രൂപ 30,000 രൂപ, അടുത്ത വർഷം 15 രൂപ 40,000 രൂപ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ശരാശരി ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനം നമ്മൾ പറയും. ഒരു ക്ലാസ്സിൽ ആവറേജ് കുട്ടികളുടെ മാർക്ക് പറയാൻ പറഞ്ഞാൽ ആ ക്ലാസ്സിലുള്ള മൊത്തം മാർക്കും കൂടെ കൂട്ടിയെടുത്തിട്ട്, എല്ലാ കുട്ടികളുടെ മാർക്ക് കൂട്ടിയെടുത്തിട്ട് കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് നമുക്ക് കിട്ടും. ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ മൊത്തം എന്താണ്, നമുക്ക് ഏജ് പറയണമെങ്കിൽ എല്ലാവരുടെയും വയസ്സ് കൂട്ടിയെടുത്തിട്ട്, ഇപ്പൊ 20 കുട്ടികളുണ്ടെങ്കിൽ ആ 20 കുട്ടികളുടെ കൂടെ വയസ്സ് കൂട്ടിയെടുത്തിട്ട് 20 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആവറേജ് ഏജ് കിട്ടും എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ കാര്യം. എന്താണ്, തന്നിരിക്കുന്ന ലാഭങ്ങളാണ് കൂട്ടിയെടുക്കുക. അതിന് എന്ത് ചെയ്യുക, നമ്മൾ എത്ര വർഷം, 5 ആണെങ്കിൽ 5 വർഷത്തെ കൂടെ കൂട്ടിയെടുത്തിട്ട് 5 കൊണ്ട് ഹരിക്കുക, 10 ആണെങ്കിൽ 10 വർഷത്തെ കൂട്ടിയെടുത്തിട്ട് 10 കൊണ്ട് ഹരിക്കുക.
ഇനി ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം 10,000 ലോസ് ആണെന്ന് സങ്കല്പിക്കുക. ആദ്യത്തെ വർഷം 10,000 രൂപ നഷ്ടമാണ്. അടുത്ത വർഷം 15,000 രൂപ 15,000 റുപ്പീസ് ലാഭം. അതിന്റെ അടുത്ത വർഷം 20,000 റുപ്പീസ് ലാഭം. അപ്പൊ നമുക്ക് പറയാം ഈ 3 വർഷത്തെ കൂടെ ലാഭം എന്ന് പറയുന്നത് 20, 10, 35 ഉണ്ടെങ്കിലും അതിൽ നിന്ന് 10 പോയി, ബാക്കി എത്രയേ ഉള്ളൂ? 35 10 പോയി കഴിഞ്ഞാൽ ബാക്കി 25,000 രൂപ ഉള്ളൂ. 20 കഴിഞ്ഞ് 35, 35 10 ബാക്കി 25,000 റുപ്പീസേ ഉള്ളൂ. അപ്പൊ ആ 25,000 റുപ്പീസ് ആണ് എന്ന് പറയുന്നത് 3 വർഷത്തെ കൂടെ ലാഭം എന്ന് പറയുന്നത്. അതെന്താ കാര്യം? ഒരു വർഷം ലോസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആയിട്ട് കൂട്ടിയിട്ട് നമ്മൾ ലോസ് നമ്മൾ ഡിഡക്ട് ചെയ്യും. അപ്പൊ പ്രോഫിറ്റ് എല്ലാം അവിടെ ആഡ് ചെയ്യുക, ഇതിൽ ലോസ് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ 25,000 എന്ന് പറയുന്നത് ഒരു വർഷത്തെ ലാഭമല്ല, 2 അല്ല 3 വർഷത്തെ ലാഭമാണ്. അപ്പൊ അതിന് 3 ഉണ്ടെങ്കിൽ നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടും? നമുക്ക് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ലാഭം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ലാഭങ്ങളെല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ട് 5 വർഷമുണ്ടെങ്കിൽ 5 വർഷങ്ങളുടെ ലാഭം കൂട്ടിയെടുത്തിട്ട് 5 കൊണ്ട് ഹരിക്കുക. ഇനി ഇതിനിടയ്ക്ക് 2 വർഷം നഷ്ടമാണെങ്കിൽ 3 വർഷത്തെ ലാഭം, 5 വർഷത്തെ ലാഭത്തിൽ 2 വർഷം നഷ്ടമാണെങ്കിൽ 3 വർഷത്തെ ലാഭം കൂട്ടുക, അതിൽ നിന്നും ഈ 2 വർഷത്തെ നഷ്ടം നമ്മൾ കുറയ്ക്കുക. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക? 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും എന്നാണ് ഈ പറഞ്ഞത്. എന്താ അർത്ഥം? ഇതാണ് പരമാവധി ഇതിൽ വരാവുന്ന ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വരാവുന്ന പരമാവധി ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇതാണ് ചിലപ്പോൾ ലാഭം തരും, ചിലപ്പോൾ എന്ത് ചെയ്യും, ചില വർഷങ്ങളിൽ നഷ്ടവും വരാം. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഇത് നമ്മൾ വാല്യൂ ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. അറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ്. ഇതുപോലെ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ആവറേജ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? നമ്മള് അതിന്റെ ഒരു 2 ഇരട്ടി അല്ലെങ്കിൽ 1.5 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി ചോദ്യം തരും. അത് കണ്ടുപിടിക്കാൻ തന്നെ ഒരു വലിയൊരു പ്രോബ്ലമാണ്. അത് കോമിനൊക്കെ പോകുന്നത് പഠിച്ചാൽ മതി, കോമിനൊക്കെ മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് വേണ്ട എത്രയേ ഉള്ളൂ, ആ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണെന്ന് അവർ കണ്ടുപിടിച്ച് തരും. അപ്പൊ കണ്ടുപിടിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ തന്നിരിക്കുന്ന വർഷം എത്രയാണോ ആ വർഷം കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 സ്റ്റെപ്പായി. ഏതൊക്കെയാണ്? ഒന്ന് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതിനെന്താ ഒരു സ്റ്റെപ്പ് മുമ്പുള്ളത്? ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതായത് വർഷം ലാഭം കൂട്ടിയെടുക്കുക, ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ലോസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂട്ടിയിട്ട് ലോസ് കുറയ്ക്കുക, അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. അതിനെന്ത് നമ്മൾ നമ്പർ എത്ര വർഷമാണോ അത്രയും വർഷം കൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആ ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആവറേജ് പ്രോഫിറ്റിനെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എത്ര വർഷത്തെ ലാഭമാണോ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ ഇനി പറയാൻ പോകുന്ന പുതുതായിട്ട് വരുന്ന ആള് പറയാണ് നിങ്ങൾ അതിന് 1.5 ഇരട്ടി തരണം അല്ലെങ്കിൽ 2 ഇരട്ടി തരണം. അത് അവരുടെ എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് അനുസരിച്ച് അതിന് 1.5 ഇരട്ടിയോ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ എത്രയാണോ തീരുമാനിക്കുന്നത് അതിന്റെ ആ ഒരു കാൽക്കുലേഷൻ അത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗുഡ് വില കിട്ടും. അപ്പൊ ഫസ്റ്റ് മെത്തേഡിൽ ഗുഡ് വില കണ്ടുപിടിക്കാം. അത് നമ്മൾ ചെയ്യുന്ന മെത്തേഡുകൾ ഇതേ ഉള്ളൂ. ഒന്ന് ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ടോട്ടൽ പ്രോഫിറ്റ് കൊണ്ട് എന്താ ചെയ്യുക? തന്നിരിക്കുന്ന ലാഭം എല്ലാം എടുക്കുക, കൂട്ടുക, നഷ്ടം ഉണ്ടെങ്കിൽ കുറയ്ക്കുക, എല്ലാം എടുക്കുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടുപിടിക്കുക നമ്മളുടെ ആവറേജ് പ്രോഫിറ്റ്. അതിനെന്താ ചെയ്യുന്നത്? ഈ ടോട്ടൽ പ്രോഫിറ്റിനെ എത്ര വർഷമാണോ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണോ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഈ ആവറേജ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? നമ്മൾ കണ്ടുപിടിക്കാൻ ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ് കൊണ്ട് എന്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗുഡ് വില കിട്ടും. ഇതാണ് നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ പറയുന്നത്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ നമ്മൾ ഇത്രയാണ് ചെയ്യുക. മനസ്സിലായി ഞാൻ സങ്കല്പിക്കുന്നു. എന്താണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ് ആദ്യത്തെ മെത്തേഡ്. അതിൽ എന്തൊക്കെയാണോ സ്റ്റെപ്പുകൾ പേരിൽ തന്നെ ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് എന്ന് ആവറേജ് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്ത് ചെയ്യാം? ശരാശരി കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റുകൾ എടുക്കുക, അത് ടോട്ടൽ ചെയ്യുക, അതിന് നമ്പറോട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആ ആവറേജ് പ്രോഫിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗുഡ് വില കിട്ടും. ഒരു 3 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗുഡ് വിൽ കണ്ടുപിടിക്കാം. 1 ടോട്ടൽ പ്രോഫിറ്റ്, 2 ആവറേജ് പ്രോഫിറ്റ്, 3 ഗുഡ് വിൽ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു അതിൽ തന്നെ എന്ത് വരാം? വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് വരാൻ ഞാൻ പറഞ്ഞു. വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇതിന്റെ പ്രോബ്ലം ഞാൻ വീണ്ടും കൊണ്ടൊന്ന് പറയാം. വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന അസംഷൻ ഇതാണ്, എല്ലാ വർഷവും അതേപോലെ ലാഭം ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ അങ്ങനെയല്ല. ചില വർഷങ്ങളിലെ ലാഭത്തിന് എന്താണ് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്, ഒരു വെയിറ്റ് കൊടുക്കും. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കട്ടെ, ചോദ്യത്തിൽ പറയും. അപ്പോൾ പറഞ്ഞിരിക്കുകയാണ് 10,000 റുപ്പീസാണ് ഒരു സ്ഥാപനം കഴിഞ്ഞ ഒരു വർഷത്തെ ലാഭം 10,000 റുപ്പീസാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2010-11 ലാഭം 10,000 ആണ്. അടുത്ത 11-12 ലാഭം എന്ന് പറയുന്നത് ഒരു 15,000 ആണ്. 12-13 ലാഭം എന്ന് പറയുന്നത് 25,000 ആണ്. 13-14 ലാഭം എന്ന് പറയുന്നത് ഒരു 20,000 ആണ്. അടുത്ത 15-16 ലാഭം എന്ന് പറയുന്നത് ഒരു 30,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്താ ചെയ്തത്? ആദ്യത്തെ മെത്തേഡ് ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കും. 10, 15, 25, 50, 70, 100, 1 ലക്ഷം രൂപ.
ആ 1 ലക്ഷം രൂപയെ 1, 2, 3, 4, 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1 ലക്ഷം രൂപയുടെ 5 ആകുമ്പോൾ 20,000 രൂപ. ആ 20,000 രൂപ നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഗുഡ്വിൽ കിട്ടുമായിരുന്നു. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. അതിൽ തന്നെ ഞാൻ പറഞ്ഞു രണ്ടാമത് ചിലപ്പോൾ ഒരു കണക്ക് ചോദിക്കുന്നതാണ് വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അപ്പൊ ഇതിന് നമ്മൾ തരുന്ന ചിലപ്പോൾ പറയും ഒരു വെയിറ്റ് കൊടുക്കാൻ പറയും. ചിലപ്പോൾ പറയും 1, 2, 3, 4, 5 വെയിറ്റ് കൊടുക്കാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ 5, 4, 3, 2, 1 വെയിറ്റ് കൊടുക്കാൻ പറയും. സാധാരണ 1, 2, 3, 4, 5 കൊടുക്കാൻ പറയും. ചിലപ്പോൾ പറയും 4, 2, 5, 3 എത്രയാണോ തന്നിരിക്കുന്ന വെയിറ്റ് ആ വെയിറ്റ് കൂടെ നമ്മളങ്ങ് എഴുതും. അപ്പോൾ ഇയർ എഴുതി പ്രോഫിറ്റ് എഴുതി വെയിറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റിനെ നമ്മൾ വെയിറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ന് പറയുമ്പോൾ 10,000 അതാണ് അതിന്റെ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് മീൻസ് ഗുണനഫലം നമ്മൾ പറയും പ്രോഡക്റ്റ്. 15,000 into 30,000 ആണെന്ന് പറയുന്നത് അതിന്റെ പ്രോഡക്റ്റ്. 25,000 into 3 75,000 ആണെന്ന് പറയുന്നത് അതിന്റെ പ്രോഡക്റ്റ്. 20 into 4 80,000 ആണെന്ന് അതിന്റെ പ്രോഡക്റ്റ്. 30 into 5 1,50,000 അതാണ് അതിന്റെ പ്രോഡക്റ്റ്. അപ്പോൾ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ വെയിറ്റ് കൊണ്ട് തന്നിരുന്നാൽ ആ വെയിറ്റ് കൊണ്ട് ഈ പ്രോഫിറ്റ് എന്താകുമെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അത് നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറയും. അപ്പൊ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ വെറും ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ പോരാ, വെയിറ്റ് കൂടെ ഉള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ വെയിറ്റ് കൂടെ ഉള്ളതുകൊണ്ട് പ്രോഫിറ്റിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ഇനി അതിന്റെ ടോട്ടൽ എടുക്കണം. ടോട്ടൽ എടുക്കാൻ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ കാര്യം? 5, 8, 5, 13, 20, 24, 2, 1, 3 കൂട്ടി ശരിയാണെങ്കിൽ 40, 120, 270, 345. ഓക്കെ. അപ്പൊ ഇതാണ് വെയിറ്റിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 5, 4, 9, 12, 14, 15. ഇതാണ് വെയിറ്റിന്റെ ടോട്ടൽ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയാം. വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എത്രയേ ഉള്ളൂ? എന്ത് നമ്മളുടെ ഈ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ്. നേരത്തെ നമ്മൾ വെയിറ്റ് എടുക്കാത്തോണ്ട് പ്രോഫിറ്റ് ടോട്ടൽ എടുത്തു. അതിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ എല്ലാ വർഷവും ഓരോന്നായതുകൊണ്ട് 1, 1, 1, 1, 1 അതായത് 1, 1, 1, 1, 1 നാലർത്ഥം. അപ്പൊ 5 നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ വെയിറ്റ് വേറെ തന്നിട്ടാൽ ആ വെയിറ്റ് എഴുതി നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മറ്റെന്താ പ്രത്യേകത? 10,000 into 1 10,000 തന്നെയാണ്. അടുത്ത 15,000 into 15,000 ആണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷെ അതിന് വെയിറ്റ് എല്ലാ വർഷവും ഈക്വൽ ആയിരിക്കും. പക്ഷെ വെയിറ്റ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് കണക്ക് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? വെയിറ്റ് ഡിഫറന്റ് ആയിരിക്കും. വെയിറ്റ് ഡിഫറന്റ് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മെത്തേഡ് തന്നെ നേരത്തെ ചെയ്യാം. 10,000 into 1 10,000, 15,000 into 1 15,000, 25,000 into 1 25,000 നമുക്ക് പറയാം. അപ്പൊ അത് കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഞാൻ ഈ നേരത്തെ പറഞ്ഞ 30, 20, 50, 75, 80, 90, 100 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അപ്പോൾ 1 lakh rupees നമുക്ക് കിട്ടും ഇവിടെ. അതിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 1, 1, 1, 1 ആകുമ്പോൾ 5 ആകുമ്പോൾ 5. അപ്പൊ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന 5 കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ആവറേജ് പ്രോഫിറ്റ് കിട്ടും, ഗുഡ്വിൽ കിട്ടും. ക്ലിയർ ആണല്ലോ? വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ചെയ്യുന്നത് ഇതേപോലെ വെയിറ്റ് ഡിഫറന്റ് ആയിരുന്നാൽ അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറന്റ് ആൻസർ ആയിരിക്കും, പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക. എന്താ കാര്യം? ഇതിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ അത് തന്നെയായിരിക്കും ഉത്തരം. പക്ഷെ വേറെ സംഖ്യ വരുമ്പോൾ ആ പ്രോഡക്റ്റ് മാറും. അതിന്റെ പ്രോഡക്റ്റ് ടോട്ടൽ എടുത്തിട്ട് ടോട്ടൽ വെയിറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഈ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗുഡ്വിൽ. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമുക്ക് കിട്ടിയ ഈ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് എത്രയാണോ അത് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ്. ഇതാണ് എന്റെ ഉത്തരം. അപ്പൊ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ്. അപ്പൊ അത്രയുള്ള എന്റെ ഉത്തരം. അപ്പൊ ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിച്ചത്? ഈ പ്രോഡക്റ്റിന്റെ ടോട്ടലിനെ വെയിറ്റിന്റെ ടോട്ടൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ് കൊണ്ട് ഗുണിക്കുമ്പോൾ അത് ചോദ്യത്തിൽ തരും. ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗുഡ്വിൽ കിട്ടും. അങ്ങനെയാണ് ആദ്യത്തെ മോഡൽ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ് പറഞ്ഞത്. ഗുഡ്വില്ലിന്റെ വാല്യൂഷൻ വൺ ഓഫ് ദ മെത്തേഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ ഈസ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. Under this method, goodwill is valued at an agreed number of purchase price. Valued at an agreed number of purchase price. Agreed number of average price for the past few years. കഴിഞ്ഞ 3 വർഷത്തെ ലാഭത്തിന്റെ ശരാശരി ലാഭം എടുക്കുക. ആ ലാഭത്തിന്റെ ബേസിസിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. For calculating goodwill, we adopt three steps. One step is calculate the total profit. Total profit കണ്ടുപിടിക്കുക. Then calculate the average profit. How? The total profit is divided by number of years. Then we get what? Average profit. Then the third step is goodwill. Goodwill is find out by multiplying
ദിസ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ. രണ്ടാമത് ഞാൻ പറഞ്ഞ മെത്തേഡ് വെയിറ്റിന് വരുമ്പോൾ എല്ലാ വർഷത്തെ വെയിറ്റ് ഒന്നല്ല, വെയിറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ കിട്ടുന്ന ലാഭത്തിന്റെ എന്താണ് വെയിറ്റ് മാറും എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് തരും. അങ്ങനെ തന്നിരുന്നാൽ ആ വെയിറ്റ് എഴുതുകയാണ്. നേരത്തെ ഞാൻ എഴുതാതെ നേരത്തെ നമുക്ക് ഇതിന്റെ ഒന്നേ കണക്ക് ചെയ്യാം, വ്യത്യാസമില്ല. പക്ഷേ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഈ വെയിറ്റ് മാറ്റി എഴുതണം. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, ഗുണനഫലം കണ്ടുപിടിക്കുക, ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം കണ്ടുപിടിക്കുക. Then calculate the total product total കണ്ടുപിടിക്കുക. Then find out the total weight. For calculating the weighted average profit, total product is divided by total weight. Total amount of product is divided by total weight. Then we get what? Weighted average profit. Then this weighted average profit is multiplied by number of years purchase price given in the question. Then we get what? Goodwill. ഇതാണ് രണ്ട് കണക്ക്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് രണ്ട് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. അത്രയും. ഇനി ഞാൻ പറയാൻ പോകുന്നത് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സാധാരണ കവിഞ്ഞതാണ്. അപ്പൊ സൂപ്പറായിട്ടുള്ള ലാഭം നമ്മുടെ സ്ഥാപനം ഉണ്ടായിരിക്കുന്ന സൂപ്പർ ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് പറയണമെങ്കിൽ, ഒരു സ്റ്റാർ നമ്മൾ സൂപ്പർ സ്റ്റാർ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വേറെ സ്റ്റാർ ഉണ്ടായിരിക്കണം. ഒറ്റ സ്റ്റാർ മാത്രം സൂപ്പർ സ്റ്റാർ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ രണ്ട് സ്റ്റാറുകൾ നമ്മൾ കമ്പയർ ചെയ്യും. അതിന് ആരോടോ മികവുറ്റ നടൻ അതിന് നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് പ്രോഫിറ്റുകളാണ്. ആ രണ്ട് പ്രോഫിറ്റ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെയാണ് രണ്ട് പ്രോഫിറ്റ്? ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്ന ആക്ച്വൽ പ്രോഫിറ്റ്. നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയിരുന്ന ഈ നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റിന്റെ ആവറേജ്, അത് നമ്മുടെ പ്രോഫിറ്റിന്റെ ആവറേജ്, അത് നമുക്ക് പറയാം ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാം. ആക്ച്വൽ പ്രോഫിറ്റുകൾ തരാം, അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റുകളുടെ ആവറേജ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരാം. ഇതാണ് ഒരു പ്രോഫിറ്റ്. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനവും നമ്മുടെ അതേ എമൗണ്ട് ഇട്ട് നമ്മുടെ അതേ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് എത്രയാണോ മുടക്കുക അതേപോലെ തന്നെ എമൗണ്ട് മുടക്കിയിരിക്കുന്ന മറ്റൊരു സ്ഥാപനം, നമ്മുടെ അതേ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റൊരു സ്ഥാപനം. സിമിലാരിറ്റി ഉണ്ട്, നമ്മുടെ വർക്കിൽ സിമിലാരിറ്റി ഉണ്ട്, നമ്മുടെ എമൗണ്ടിനകത്ത് സിമിലാരിറ്റി ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റിനകത്ത് സിമിലാരിറ്റി ഉണ്ട്, അങ്ങനെയുള്ള ഒരു സിമിലർ ഫെയിം ഉണ്ട്. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ, അപ്പുറത്ത് 1 ലക്ഷം രൂപ ബിസിനസ് ഇട്ട് രണ്ടുപേരും ബിസിനസ് നടത്തുകയാണ്. അപ്പൊ നമ്മുടെ മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി ഉണ്ട്, നമ്മുടെ മാനേജ്മെന്റിന്റെ ആ കഴിവുണ്ട്, അല്ലെങ്കിൽ എന്ത് ഉണ്ടായിരിക്കും, നമ്മുടെ സ്ഥാപനത്തിൽ കൂടുതൽ ലാഭം ഉണ്ടായിരിക്കും. അപ്പൊ നോർമലായിട്ട് ലാഭമുണ്ട്. അപ്പൊ എന്റെ ബിസിനസ്സിനകത്തുള്ള ക്യാപിറ്റലിനെ ഞാൻ ക്യാപിറ്റൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ എംപ്ലോയി ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വിളിക്കും. ഞാൻ ഈ സ്ഥാപനത്തിൽ എംപ്ലോയി ചെയ്തിരിക്കുന്ന, ഞാൻ ഈ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ എംപ്ലോയിഡ്. വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിലെ അസറ്റ് മൈനസ് ലയബിലിറ്റി. അസറ്റിനകത്ത് ഗുഡ്വിൽ വേണ്ട, കാരണം ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ പാടുപെടുന്നത്. അതുകൊണ്ട് ഗുഡ്വിൽ ഒഴികെയുള്ള എക്സെപ്റ്റ് ഗുഡ്വിൽ ഒഴിച്ചുള്ള മറ്റ് അസറ്റ് എല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ട് ആ അസറ്റിൽ നിന്നും ലയബിലിറ്റി കുറച്ചാൽ എന്ത് പ്രോഫിറ്റ് കിട്ടുമോ അതാണെന്ന് പറയുന്നത്, എന്ത് എമൗണ്ട് കിട്ടുമോ അതാണെന്ന് പറയുന്നത് എന്റെ ക്യാപിറ്റൽ അഥവാ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് ഞാൻ പറയും. നെറ്റ് അസറ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ എന്റെ സ്ഥാപനത്തിനകത്തുള്ള അസറ്റ് മൈനസ് ലയബിലിറ്റി, അസറ്റ് മീൻസ് എക്സ്ക്ലൂഡിംഗ് ഗുഡ്വിൽ ഒഴികെയുള്ള അസറ്റ്, ആ അസറ്റ് മൈനസ് ലയബിലിറ്റി എന്താണോ ആ അസറ്റിൽ ലയബിലിറ്റി മീൻസ് എക്സ്റ്റേണൽ ലയബിലിറ്റി, നമ്മുടെ സ്ഥാപനം വെളിയിൽ കൊടുക്കാനുള്ള മറ്റ് എമൗണ്ടുകൾ. എന്റെ സ്ഥാപനത്തിൽ ഇപ്പൊ 10 ലക്ഷം രൂപയുടെ സ്വത്തുക്കളുണ്ട്, അതിലൊരു 4 ലക്ഷം രൂപ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് പറയാം 10 lakhs rupees മൊത്തത്തിലുണ്ട്. അതിൽ വിറ്റാൽ 4 ലക്ഷം രൂപ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കണമെങ്കിൽ 6 ലക്ഷം രൂപ ഓണേഴ്സിന്റെ പൈസയാണ്, അഥവാ നമ്മൾ ഇട്ടിരിക്കുന്ന ക്യാപിറ്റലാണ്, അഥവാ നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലാണ്. അതിന് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയും. ചില കണക്കിനകത്ത് ക്യാപിറ്റൽ എംപ്ലോയിഡ് തരൂല, പകരം തരും അസറ്റ് തരും, എക്സ്റ്റേണൽ ലയബിലിറ്റി തരും, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി തരും.
അപ്പൊ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്യാപിറ്റൽ കിട്ടും. അപ്പൊ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കൂടെ ക്യാപിറ്റൽ കിട്ടും. അപ്പൊ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കുന്നു, അപ്പൊ ക്യാപിറ്റൽ. അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ ക്യാപിറ്റൽ കിട്ടും. അതിനെ ഞാൻ എന്ത് വിളിച്ചു? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊന്നും ഇത്രയേ ഉള്ളൂ. 1 lakh rupees കൊണ്ട് 1 ലക്ഷം രൂപയാണ് നമ്മുടെ സ്ഥാപനം എംപ്ലോയ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് ഞാൻ പറഞ്ഞു. 1 lakh rupees ആണ് ക്യാപിറ്റൽ. ഈ സ്ഥാപനം ഇതുപോലെ വേറൊരാൾ നടത്തിയപ്പോൾ അവിടെ അവർക്ക് 10% പ്രോഫിറ്റ് ഉണ്ട്. നോർമലായിട്ട്, സാധാരണഗതിയിൽ നോർമലായിട്ട് 10% പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ സിമിലർ ടൈപ്പ് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ 10% അവർക്ക് കിട്ടാവുന്ന ലാഭം എന്ന് പറയുമ്പോൾ 1 lakh rupeesനെ 10/100, അതായത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ എത്ര? 10,000 rupees ആണ് കിട്ടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ്. ഇതിനെ ഞാൻ വിളിക്കുന്നു നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു. രണ്ട് പ്രോഫിറ്റുകളെ പേര് ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം, അതിനെ ഞാൻ വിളിച്ചു ആവറേജ് പ്രോഫിറ്റ് അഥവാ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ്. നമ്മൾ ഉണ്ടാക്കിയ യഥാർത്ഥ ലാഭം, ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ്. ഇത് തന്നിട്ടില്ലെങ്കിൽ തന്നിരിക്കുന്ന നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ലാഭം നമ്മൾ കൂട്ടിയെടുക്കുക. അതിനെന്ത് ചെയ്യുക? നമ്മൾ എത്ര വർഷമാണോ അത്രയും വർഷം കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ലാഭങ്ങളുടെ ശരാശരി കിട്ടും. അതിനെ ഞാൻ വിളിക്കുന്ന വാക്കാണ് ആവറേജ് പ്രോഫിറ്റ് അഥവാ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ്. ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ്. അപ്പൊ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് നമുക്കറിയാം, തന്നിട്ടുണ്ട്. ഉദാഹരണം വിചാരിക്കുക, ഒരു 25,000 ആണ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് എന്ന് വിചാരിക്കുക. 25,000 രൂപ അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ സ്ഥാപനം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ പോലെ തന്നെ 1 ലക്ഷം രൂപ വെച്ചിരിക്കുന്ന മറ്റ് സ്ഥാപനക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന 10% ആയ 10,000 rupees ആണെങ്കിൽ ആരാണ് സൂപ്പറായിട്ട് ലാഭം ഉണ്ടാക്കിയത്? നമ്മളാണോ അവരാണോ? നമ്മൾ 1 lakh rupees കൊണ്ട് ബിസിനസ് നടത്തുന്നു, അവർ 1 lakh rupees കൊണ്ട് ബിസിനസ് നടത്തുന്നു. അവർക്ക് 10% റിട്ടേൺ കിട്ടുന്നു, അതായത് 10,000 rupees റിട്ടേൺ കിട്ടുന്നു. നമ്മൾ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് 25,000 ആണെങ്കിൽ ആരാണ് സൂപ്പറായിട്ട് ലാഭം ഉണ്ടാക്കിയത്? നമ്മൾ. അപ്പൊ അങ്ങനെ നമ്മൾ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് വിളിക്കും? നമ്മളതിനെ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയും. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ആണ്. ഏത് എക്സസ് ആണ്? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എക്സസ് ഓഫ് ഏത് കൂടുതലായിരിക്കും? ആവറേജ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഓവർ ഏതിനേക്കാളും? നോർമൽ പ്രോഫിറ്റിനേക്കാളും കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്ത് പ്രോഫിറ്റ്? സൂപ്പർ പ്രോഫിറ്റ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. The excess of average profit over normal profit, or it is the super profit is found out by deducting normal profit from profit average profit. Normal profit ne average profit il ninnum nammal endu cheyyunnadu korachedukkumbol namukku endu kittum? Namukku super profit kittum. Idevole super profit kittu kazhinjal aa super profit endu nammal number of years kondu multiply cheyyana. ചോദ്യത്തിൽ തരും. സൂപ്പർ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗുഡ് വിൽ കിട്ടും എന്നാണ് രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത്. അപ്പൊ ഗുഡ് വിൽ ഈസ് ഫൈൻഡ് ഔട്ട് ബൈ മൾട്ടിപ്ലൈയിങ് സൂപ്പർ പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോ ഞാൻ രണ്ട് മെത്തേഡുകൾ പറഞ്ഞു. അപ്പോ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂഡ് ഓൺ ദ എക്സസ് പ്രോഫിറ്റ്, not on the actual profit. എക്സസ് പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുകയാണ്. മറ്റേ നമ്മൾ ആക്ച്വൽ പ്രോഫിറ്റ് അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചാണ്. ഇത് എക്സസ് പ്രോഫിറ്റ്, അതിനെ എന്ത് വിളിക്കാൻ? സൂപ്പർ പ്രോഫിറ്റ് എന്ന് വിളിച്ചു. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തതാണ് കാൽക്കുലേറ്റഡ് ആവറേജ് പ്രോഫിറ്റ്. ആദ്യം എന്ത് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് 25,000 തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കും. തന്നിരിക്കുന്ന ലാഭങ്ങളാണ് കൂട്ടിയെടുത്തിട്ട് അതിന് വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ? ഡിവൈഡ് ചെയ്യാം. ഒരു വർഷം നഷ്ടമാണെങ്കിലോ 5-10 വർഷമുണ്ട്, അതിൽ ഒരു വർഷം നഷ്ടം, ബാക്കി 9 വർഷത്തെ ലാഭം കൂട്ടിയെടുത്തിട്ട് ആ ഒരു വർഷം നഷ്ടം നമ്മൾ കുറച്ചിട്ട് 10 കൊണ്ടേയിരിക്കുക. അതാണ് വിഷയം. 9 ലാഭം 1 നഷ്ടം, എല്ലാം കൂടെ 10 വർഷത്തെ ലാഭമാണെങ്കിൽ 10 കൊണ്ട് ഹരിക്കുക. അതാണ് വിഷയം. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക ഓൺ ദ ഏതിനകത്ത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് on the basis of normal rate of return. അപ്പോൾ രണ്ടാമത്തെ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം.
ഏതിന്റെ അടിസ്ഥാനത്തിൽ? ക്യാപിറ്റൽ എംപ്ലോയിഡ് 1 lakh rupees ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടില്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? അസറ്റ് മൈനസ് ലയബിലിറ്റി. ലയബിലിറ്റി മീൻസ് എക്സ്റ്റേണൽ ലയബിലിറ്റി. അസറ്റ് മീൻസ് എക്സെപ്റ്റ് ഗുഡ്വിൽ. ഗുഡ്വിൽ ഒഴിച്ചുള്ള മൊത്തം അസറ്റ്. അപ്പൊ അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത് നമ്മൾ എഴുതിയിട്ടില്ല. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് അങ്ങനെ കണ്ടുപിടിക്കണം. ആ ക്യാപിറ്റൽ എംപ്ലോയിഡിനെ ഇത് നമ്മള് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അടിസ്ഥാനത്തിൽ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10 ആണെങ്കിൽ 10, 5 ആണെങ്കിൽ എത്ര ശതമാനമാണോ അത്രയും ശതമാനം ബൈ 100 കണ്ടുപിടിക്കുക. അപ്പൊ നോർമൽ പ്രോഫിറ്റ് കിട്ടും. ആദ്യത്തെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, 2 നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. തന്നിട്ടില്ലെങ്കിൽ ലാഭങ്ങളുടെ കൂട്ടിയെടുത്ത് വർഷം കൊണ്ടിരിക്കുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് ആയി. രണ്ടാമത്തെ നോർമൽ, അതിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ചിലപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് തരില്ല. അപ്പൊ അസറ്റ് മൈനസ് ലയബിലിറ്റി ക്യാപിറ്റൽ എംപ്ലോയിഡ് ആവും. ആ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ബൈ 100. റേറ്റ് മീൻസ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബൈ 100. രണ്ടെണ്ണമായി. പിന്നെ നമ്മൾ ചെയ്യുന്നത് കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? സൂപ്പർ പ്രോഫിറ്റ്. അത് കണ്ടുപിടിക്കുന്നത് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് എന്ത് പ്രോഫിറ്റ് ആണ്? നോർമൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഗുഡ്വിൽ ബൈ മൾട്ടിപ്ലൈ എന്ത് സൂപ്പർ പ്രോഫിറ്റ് ബൈ ഗിവൺ നമ്പർ ഓഫ് പ്രോഫിറ്റ്. എത്ര വർഷമാണ് തന്നിരിക്കുന്നത് ആ വർഷം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ ആദ്യത്തെ 2 മെത്തേഡിനെ പറ്റി നമ്മൾ ചെയ്യുന്നത് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അപ്പൊ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ക്യാപിറ്റലൈസേഷൻ ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ എന്ത് പ്രോഫിറ്റ് ഉണ്ട്? നോർമൽ പ്രോഫിറ്റ് ഉണ്ട്. രണ്ടെണ്ണം. ക്യാപിറ്റലൈസേഷൻ ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ എന്തുകൊണ്ട്? നോർമൽ പ്രോഫിറ്റ് ഉണ്ട്. ഇതാണ് എഴുതിയിരിക്കുന്നത് 2 മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ് സൂപ്പർ പ്രോഫിറ്റ്. ഇത് 2 മെത്തേഡ് നമുക്കുള്ളത്. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്, 2 സൂപ്പർ പ്രോഫിറ്റ്. അത് 2 വെച്ചുകൊണ്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന രീതി. ഇത് നമ്മൾ ചെയ്യുന്നത് പേര് തന്നെ ഉണ്ട്, ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാപിറ്റലൈസേഷൻ ആവറേജ് പ്രോഫിറ്റിലെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പൊ ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര വർഷമാണോ അത്രയും വർഷത്തെ ലാഭം നമ്മൾ കൂട്ടിയെടുത്തിട്ട് വർഷം കൊണ്ട് ഹരിച്ചെടുത്താൽ മതി. ഇപ്പൊ നമുക്ക് താഴെ എഴുതുന്നില്ല. ഓരോ വർഷത്തെ ലാഭം എഴുതി പ്ലസ് അടുത്ത വർഷത്തെ ലാഭം എഴുതി പ്ലസ് അടുത്ത വർഷം 3 വർഷമാണെങ്കിൽ 3 കൊണ്ട് എഴുതിയിട്ട് 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. അപ്പൊ ആ ആവറേജ് പ്രോഫിറ്റ് എന്ത് നമ്മളുടെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ ഒരു 20,000 രൂപ കിട്ടിയെന്നുണ്ടെങ്കിൽ 20,000 രൂപ കിട്ടിയെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് കിട്ടി 10% നിരക്കിലാണ് സമാന സ്ഥാപനങ്ങളിൽ ലാഭം ഉണ്ടാക്കുന്നത് എങ്കിൽ നമ്മൾ പറയും ഈ 20,000 രൂപ എന്ന് പറയുന്നത് 10% 100 എത്താം. ഇതാണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ റേറ്റ് എന്ത് നമ്മൾ തിരിച്ചിട്ട് കുടിച്ചാൽ ചോദ്യത്തിൽ 10 എന്ന് പറയുകയാണെങ്കിൽ 10% ഈ തുകയാണെങ്കിൽ 10% 20,000 രൂപയാണെങ്കിൽ മൊത്തം എന്ന് പറയുന്നത് 100% എത്രയായിരിക്കും? അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടും എന്താണ് 20,000 ഇൻറ്റു 1.3 അപ്പൊ 2 ലക്ഷം രൂപയാണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പൊ ഒന്നാമത് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, രണ്ടാമത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എങ്ങനെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുക? അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ഉള്ള അസറ്റിൽ നിന്ന് അസറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒഴിച്ച് ഗുഡ്വിൽ ഒഴിച്ചുള്ള അസറ്റ് ചെയ്ത് ലയബിലിറ്റി കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ലാസ്റ്റ് സ്റ്റെപ്പ് 4 സ്റ്റെപ്പേ ഉള്ളൂ. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും? നമ്മളിവിടെ ഗുഡ്വിൽ സമം ഏതെന്ത് ചെയ്യും? നമ്മളിവിടെ ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ 2 ലക്ഷം രൂപ ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിവിടെ ഈ തന്നിരിക്കുന്ന ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ത് ചെയ്യും? നമ്മൾ കുറച്ചെടുക്കും. അതായത് നമ്മുടെ യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് അനുസരിച്ച് 2 ലക്ഷം രൂപ കാണും. നമ്മുടെ ക്യാപിറ്റൽ വേറെ എമൗണ്ടായിരിക്കും. ഇത് നമ്മളുടെ ഡിഫറൻസ് ആണെന്ന് പറയുന്നത് ഗുഡ്വിൽ എന്ന് പറയുന്നത്. അത്രയും ഗുഡ്വിൽ നമ്മൾ എന്താ ചെയ്തത്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്നും എന്ത് ചെയ്യും? നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ കുറച്ചെടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ഗുഡ്വിൽ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പേര് തന്നെയുണ്ട് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അതിൽ 2 മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ ആവറേജ് പ്രോഫിറ്റ്,
അപ്പൊ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് വേണം, എന്നിട്ട് നമ്മൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് അതിന് ക്യാപിറ്റലൈസ് ചെയ്യാം. ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ആവറേജ് പ്രോഫിറ്റ് ഇൻടു 100 ഡിവൈഡഡ് ബൈ റേറ്റ്. അപ്പൊ ക്യാപിറ്റലൈസ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് ഞാൻ ക്യാപിറ്റൽ എംപ്ലോയി കണ്ടുപിടിക്കുക. തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ, ഇല്ലെങ്കിൽ കണ്ടുപിടിക്കണം. അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയി. അത് കിട്ടി. ഇതവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ്. അതായത് ക്യാപിറ്റൽ എംപ്ലോയി ഈസ് ഡിഡക്റ്റഡ് ഫ്രം ഏത്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് ഇതിട്ട് ഗുഡ് വില കിട്ടും. ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ഏത് മെത്തേഡ്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സൂപ്പർ പ്രോഫിറ്റ് വേണം അവിടെ. അപ്പൊ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കും? നമ്മുടെ എത്രയാണോ ക്യാപിറ്റൽ എംപ്ലോയിഡ് അത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുന്നത് നമ്മുടെ അസറ്റ് മൈനസ് ലയബിലിറ്റി. അസറ്റ് ലയബിലിറ്റി പറയുമ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. കാരണം നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് രണ്ട് പ്രോഫിറ്റ് വേണം. നോർമൽ പ്രോഫിറ്റ് വേണം, ആവറേജ് പ്രോഫിറ്റ് വേണം. അതുകൊണ്ട് ആദ്യ സ്റ്റെപ്പാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ചു. രണ്ടാമത് കണ്ടുപിടിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മള് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആവറേജ് പ്രോഫിറ്റ് എത്ര കണ്ടുപിടിക്കുക? നമ്മൾ പറയാം, തന്നിരിക്കുന്ന ലാഭം അവിടെ കൂട്ടിയെടുത്ത് എത്ര ലാഭമുണ്ടോ അത്രയും ലാഭം കൂട്ടിയെടുത്തിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഡിവൈഡ് ചെയ്യും. എത്രയാണോ ലാഭം ആ ലാഭത്തിന് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്കൂടെ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് പിടിക്കാം? നമുക്കൂടെ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അടുത്തത് നോർമൽ പ്രോഫിറ്റ്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ബൈ 100. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ബൈ 100. അപ്പൊ എന്ത് കിട്ടും? നമുക്കൂടെ നോൺ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് കുറയ്ക്കും, നമ്മളുടെ നോർമൽ പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് വിൽ. ഗുഡ് വിൽ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. എന്താണ് ഗുഡ് വിൽ? ഈ കിട്ടിയിരിക്കുന്ന സൂപ്പർ പ്രോഫിറ്റിനെ എന്ത് ചെയ്യും? നമ്മള് ക്യാപിറ്റലൈസ് ചെയ്യും. ഈ പറയുന്ന സൂപ്പർ പ്രോഫിറ്റ് എന്ത് ചെയ്യും? നമ്മള് ക്യാപിറ്റലൈസ് ചെയ്യും. എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ റേറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്കൂടെ ഗുഡ് വിൽ കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ? ഒന്ന് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുക. അസറ്റ് ലയബിലിറ്റി കുറയ്ക്കുക. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് കിട്ടും. രണ്ടാമത്തെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അത് നമുക്കറിയാം. മൂന്നാമത് നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുന്നതാണെങ്കിൽ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് വയ്ക്കാം. അത് നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ബൈ 100 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോൺ പ്രോഫിറ്റ് കിട്ടും. ഇത് രണ്ടും പറയാമെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതിന് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഈ സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റലൈസ് ചെയ്താൽ മതി. അപ്പൊ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ സ്റ്റെപ്പിനകത്ത് ഒരു ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ക്യാപിറ്റലൈസേഷൻ ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. സൂപ്പർ പ്രോഫിറ്റ്. ഇവിടെ നമുക്കൊരു മൈനസിംഗ് ഉണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും അവസാനം കുറയ്ക്കുക. ഇവിടെ നമുക്കൊരു മൈനസിംഗ് ഉണ്ട്. ഏതാണ്? ആവറേജ് പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റ് കുറയ്ക്കുക. അതുകൊണ്ട് ഇതിന് രണ്ടിൽ ഏത് മെത്തേഡ് ചെയ്താലും ആൻസറിന് മാറ്റം വരില്ല എന്നർത്ഥം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റിനകത്തും ആവറേജ് പ്രോഫിറ്റിനകത്തും പ്രത്യേകത പേര് തന്നെയുണ്ട്. ആവറേജ് പ്രോഫിറ്റ് എന്നാണ് പേര്. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. പിന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ചിട്ട് അതിനെന്ത് ചെയ്യും? നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ക്യാപിറ്റലൈസ്ഡ് വാല്യൂയിൽ നിന്നും എന്ത് കുറയ്ക്കും? നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറയ്ക്കും. അപ്പൊ നമുക്ക് ഗുഡ് വിൽ കിട്ടും. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എന്ത് ചെയ്യും? നമ്മുടെ ആവറേജ് പ്രോഫിറ്റും നോൺ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വ്യത്യാസം എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ആണ്. ഇതിൽ ആ സൂപ്പർ പ്രോഫിറ്റ് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഗുഡ് വിൽ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റെപ്പ് പറഞ്ഞു നിർത്താം. രണ്ട് സ്റ്റെപ്പ്. ഒന്ന് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. എന്നിട്ട് ആ സൂപ്പർ പ്രോഫിറ്റ് എന്ത് ചെയ്യും? നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക. എന്നിട്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ത് ചെയ്യും? നമ്മൾ അതിന് കുറയ്ക്കുക. ഇതാണ് പ്രത്യേകത. ഇനി ഇതിനെ സംബന്ധിച്ചുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ പുസ്തകത്തിനകത്തുണ്ട്. അതെല്ലാം ചെയ്തു നോക്കണം. അതിനകത്തുള്ള ചെയ്തു നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചില വർഷങ്ങളിലൊക്കെ തന്നിരിക്കുന്നതിനകത്ത് ഈ തന്നിരിക്കുന്ന ലാഭങ്ങളുടെ എല്ലാം വ്യത്യാസം കാണും. എങ്ങനെ? അവർ ചെലവ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇന്ന ചെലവ് കുറച്ചിട്ടില്ല എങ്കിൽ ആ ചെലവ് നമുക്ക് കുറയ്ക്കണം. അപ്പൊ യഥാർത്ഥ ലാഭം തന്നിരിക്കുന്നത് ഞാൻ ഇവിടെ ലാഭം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ചില കണക്കിനകത്ത് കൃത്യമായ ലാഭം തരാതെ ഒരു ലാഭം തരും. എന്നിട്ട് പറയും 5000 രൂപ മാനേജ്മെന്റിന്റെ പോസ്റ്റ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പെൻസ് നമ്മൾ എടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ലാഭത്തിൽ നിന്നും ആ എക്സ്പെൻസ് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട്, കാരണം ഇപ്പൊ പറയുന്ന ഒരു കണക്കാണെന്നുണ്ടെങ്കിൽ 10000 രൂപ ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ട് അവര്.
ഇതിന് പറയുകയാണ് ഒരു 1000 രൂപ ചെലവ് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം 10,000 രൂപ പ്രോഫിറ്റ്. അതിൽ നിന്ന് എത്ര പോയി? 1000 പോയിട്ട് ബാക്കി 9,000 ലാഭമായിട്ട് എടുക്കാവൂ എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അങ്ങനെ കുറെ കണക്കുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ പറയുന്നതാണ് ഒരു 2000 രൂപ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് റവന്യൂ ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. റവന്യൂ ആയിട്ട് നമ്മൾ കുഴപ്പം, റവന്യൂ ആയിട്ട് എഴുതുമ്പോൾ അത് ചെലവായിട്ട് എഴുതി. അപ്പൊ 1000 രൂപ കിട്ടിയ സ്ഥലത്ത് 500 രൂപ ചെലവ് എഴുതിയിട്ടാണ് 1000 രൂപ കിട്ടിയത്. ആ 500 ചെലവ് എഴുതിയില്ലെങ്കിലോ യഥാർത്ഥ ലാഭം 1500 ആണ്. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ റവന്യൂ ആയിട്ട് എഴുതിയിരിക്കുന്നു, ക്യാപിറ്റൽ ഐറ്റം ആണ്, റവന്യൂ ആയിട്ട് എഴുതിയിരിക്കുന്നു, അത് നിങ്ങൾ ക്യാപിറ്റൽ ആക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അത് കൂട്ടിയെടുക്കും. എന്തുകൊണ്ടാണ് കൂട്ടുന്നത്? റവന്യൂ ആയിട്ട് എഴുതിയപ്പോൾ ലാഭത്തിൽ കുറഞ്ഞിട്ടുണ്ട്, അത് എഴുതാൻ പാടില്ല. അപ്പൊ ചെലവ് എഴുതുമ്പോൾ ലാഭം കുറയും, അത് എഴുതാൻ പാടില്ല. അപ്പൊ ലാഭം കൂട്ടി കാണിക്കണം. ഇനി അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ അസറ്റാണ്. അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതിന് ശേഷമുള്ള വർഷങ്ങളിൽ എന്ത് കുറയ്ക്കണം? ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചെടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന 1-2 നല്ല കണക്കുകൾ നിങ്ങളുടെ ടെസ്റ്റിനകത്തുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ചില വർഷത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്റ്റോക്കിന്റെ വാല്യൂഷൻ, ക്ലോസ് സ്റ്റോക്ക് വാല്യൂ ചെയ്തപ്പോൾ ഓവറായിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കൂടിപ്പോയി. കാരണം നമുക്കറിയാം പേടിയെക്കൊണ്ട് ക്രെഡിറ്റ് എന്തെഴുതുന്നത്? സെയിൽസ് ക്ലോസ് സ്റ്റോക്ക്. ആ ക്ലോസ് സ്റ്റോക്ക് കൂടിപ്പോയി എന്തായിപ്പോൾ? ലാഭം കൂടും. കാരണം വരവാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡിൽ വരവ്, ഡെബിറ്റ് സൈഡിൽ ചെലവാണ്. അപ്പോൾ വരവ് കൂടിപ്പോയി. അപ്പോൾ വരവ് കൂടിപ്പോയെങ്കിൽ നമ്മൾ ലാഭം കൂടുതൽ കാണിച്ചിരിക്കണം. അപ്പൊ അതിന് കുറച്ചെടുക്കണം. പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ, എന്താ കാര്യം? ആ വരവ് കൂടുമ്പോൾ അടുത്ത വർഷം, ഈ വർഷത്തെ ക്ലോസ് സ്റ്റോക്ക് അതിന്റെ അടുത്ത വർഷത്തെ എന്തായിട്ട് മാറും? ഓപ്പൺ സ്റ്റോക്ക് ആയിട്ട് മാറും. അപ്പൊ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ആ കണക്ക് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ടെസ്റ്റ് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ആ കണക്കുകൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു നോക്കണം. അപ്പോൾ വരുന്ന സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, താങ്ക് യു.